സ്പോർട്സിന് പുറമെ ആടി ഷൂകൾ ഉണ്ടാക്കുന്നതിൽ വളരെയധികം താല്പര്യപ്പെട്ടിരുന്നു. തന്റെ വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള വാഷ്റൂം ആടി ഒരു ചെറിയ ഷൂ നിർമ്മാണ യൂണിറ്റ് ആക്കി മാറ്റി. അവിടെ ആടിയും സുഹൃത്തായ ജെയ്ക്കും ചേർന്ന് പലതരത്തിലുള്ള ഷൂവിന് അനുയോജ്യമായ ഡിസൈനുകൾ ഉണ്ടാക്കാനായി ആരംഭിച്ചു. ഒന്നാം ലോക മഹായുദ്ധ സമയമായതുകൊണ്ട് തന്നെ നാട്ടിലൊക്കെ വൈദ്യുതിക്ക് വളരെയധികം ക്ഷാമമുണ്ടായിരുന്നു. അത് തരണം ചെയ്യാനായാണ് ആടി റൂഡിയുടെ കാറിൽ നിന്ന് ബെൽറ്റ് എടുത്തത്. ആ ബെൽറ്റ് ഒരു ഡൈനാമോയുമായി ഘടിപ്പിച്ച് ആടി അവിടെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജർമ്മനിയിൽ വളരെയധികം ദാരിദ്ര്യമായതിനാൽ തന്നെ ബെൽറ്റ് ഫാക്ടറിയിലെ റൂഡിയുടെ ജോലി നഷ്ടപ്പെടുന്നു. ന്യൂറംബർഗ് എന്ന സ്ഥലത്ത് മറ്റൊരു ജോലി തേടി പോകാനായി റൂഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ തന്റെ സഹോദരിമാരോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്രീഡൽ എന്ന പെൺകുട്ടിയെ റൂഡി ശ്രദ്ധിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ റൂഡിക്ക് അവളോടൊരു താല്പര്യം തോന്നി. അവളോട് സംസാരിക്കുന്നതിനിടയിലേക്ക് ഗബ്ബർ എന്നു പേരുള്ള ഒരു റൗഡി കടന്നു വരുന്നു. തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും റൂഡിയെ അവർ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ റൂഡി ന്യൂറംബർഗിലേക്ക് പോകാതെ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഇതേ സമയം ആടി തന്റെ പണിപ്പുരയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷൂ തനിക്കുണ്ടാക്കണമെന്ന ആഗ്രഹത്താൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങോട്ടേക്ക് മർദ്ദനമേറ്റ റൂഡി കടന്നു വരികയും ആടിയോട് സംസാരിക്കാനും ആരംഭിച്ചു. ദിവസേന ഇങ്ങനെ ഷൂ തുന്നിയാൽ നമുക്ക് ജീവിക്കാനാകില്ല. യുദ്ധമായതിനാൽ തന്നെ നാടെങ്ങും പട്ടിണിയിലാണ്. അതിനാൽ തന്നെ നല്ല ജോലി കണ്ടുപിടിക്കണമെന്ന് റൂഡി പറഞ്ഞു. എന്നാൽ എനിക്ക് ഇതല്ലാതെ മറ്റൊരു ജോലി ചെയ്യാൻ കഴിയില്ല എന്നും ഒരു നാൾ ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷൂ ഉണ്ടാക്കും. എനിക്കറിയാം എന്നെക്കൊണ്ട് അതിന് സാധിക്കുമെന്ന്. എൻ്റെ ഷൂ ധരിച്ച് ലോകത്തിലെ മികച്ച കായിക താരങ്ങൾ കളിക്കുന്നത് ഞാൻ ഉറപ്പായും കാണും. അത് ഞാൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുമെന്ന് ആടി മറുപടിയായി പറഞ്ഞു. ആടിയുടെ പാഷനും ആത്മവിശ്വാസവും കണ്ട റൂഡിക്ക് ലോകത്തിലെ തന്നെ മികച്ച ഷൂ ഉണ്ടാക്കാൻ ആടിക്ക് കഴിയുമെന്ന് മനസ്സിലായി. എങ്ങനെയും അവനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് റൂഡി തീരുമാനിക്കുന്നു. അതിനായി ഇരുവരും ഒന്നിച്ചു നിന്ന് ഷൂ ഉണ്ടാക്കാമെന്ന് റൂഡി പറഞ്ഞു. ബെൽറ്റ് കമ്പനിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ധാരാളം ആളുകളെയും അതുപോലെ ഷൂ എങ്ങനെ വിൽക്കണമെന്നും അറിയാം. അതിനാൽ തന്നെ നീ ഒരു ഷൂ ഉണ്ടാക്കൂ, ഞാനത് വിൽക്കാമെന്നും റൂഡി പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് നിന്ന് ആരായാലും തകർക്കാൻ കഴിയാത്ത ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തണമെന്നും റൂഡി കൂട്ടിച്ചേർത്തു. ഇരുവരും അവരുടെ സ്വപ്നത്തിനായി കൈകൊടുത്തു. പിറ്റേന്ന് മുതൽ അവർ ഷൂ കമ്പനിക്ക് വേണ്ട റോ മെറ്റീരിയൽ ശേഖരിക്കാനായി തുടങ്ങി. റൂഡി നഗരത്തിലെ ഭരണാധികാരിയെ പറഞ്ഞു മനസ്സിലാക്കി കമ്പനിക്ക് വേണ്ട പവർ സപ്ലൈ വർദ്ധിപ്പിച്ചു. ഉടൻ തന്നെ ഒരു വലിയ തുക ടാക്സായി നൽകാമെന്ന് പറഞ്ഞാണ് റൂഡി ഇത് സമ്മതിപ്പിച്ചെടുത്തത്. അങ്ങനെ അവർ കമ്പനിയുടെ പണി ആരംഭിച്ചു. റൂഡിയും ആടിയും ചേർന്ന് കമ്പനിക്ക് ആവശ്യമായ പണം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായി പോകുന്നു. എന്നാൽ ഷൂ പരിശോധിച്ച മാനേജർ ഷൂ വളരെയധികം കട്ടി കുറവാണെന്നും അതിനാൽ തന്നെ 2-3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഷൂ നശിച്ചു പോകുമെന്നും പറയുന്നു. ഇങ്ങനെ ഷൂ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഒരിക്കലും പണം തിരിച്ചടയ്ക്കാൻ പോകുന്നില്ല എന്നും മാനേജർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഞങ്ങൾ പുതിയ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയിലുമാണ് ഇങ്ങനത്തെ കട്ടിയില്ലാത്തതും ഡ്യൂറബിളുമായ ഫുട്ബോൾ ഷൂകൾ നിർമ്മിക്കുന്നതെന്ന് റൂഡി പറഞ്ഞു. ഞാനും ചെറുതായി ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഞാൻ ഷൂ ധരിക്കുന്നത് എൻ്റെ കാലിൻ്റെയും ആംഗിളിൻ്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അതിനാൽ തന്നെ ഈ കട്ടിയില്ലാത്ത ഷൂ ആരും വാങ്ങാൻ പോകുന്നില്ല എന്ന് മാനേജർ പറയുന്നു. ഉടൻ തന്നെ ആടി മാനേജറിൻ്റെ കയ്യിൽ നിന്നും ഷൂ വാങ്ങി ഷൂവിനെ പറ്റി വിവരിക്കാൻ തുടങ്ങുന്നു.